ഇന്ന് നമുക്ക് എന്താണ് ഇൻഫിനിറ്റീവ് എന്ന് നോക്കാം. ഇറ്റ്സ് എ വെർബ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ നൗൺ, അഡ്ജക്റ്റീവ് ഓർ അഡ്വേർബ്. അതായത് ഒരു നൗണായോ അഡ്ജക്റ്റീവായോ അഡ്വേർബായോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ക്രിയയാണ് ഇൻഫിനിറ്റീവ് എന്ന് പറയുക. ഇത് പ്രധാനമായും രണ്ട് തരത്തിലുണ്ട്: ബെയർ ഇൻഫിനിറ്റീവ് ആൻഡ് ഫുൾ ഇൻഫിനിറ്റീവ്. നോ വാട്ട് ഈസ് ബെയർ ഇൻഫിനിറ്റീവ്? എ വെർബ് ഇൻ ഇറ്റ്സ് ബേസ് ഫോം. ദറ്റ് ഈസ് എ വെർബ് ഹാസ് നോ ടെൻസ് ഓർ കൺജുഗേഷൻ. അതായത് ഒരു ടെൻസും ചേർക്കാതെ ഒരു വെർബ് തനിയെ പറയുന്നതിനാണ് ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയുക. എക്സാമ്പിൾ: walk, sing, dance, etc. Now what is full infinitive? A verb that is preceded by the word to. അതായത് ഒരു വെർബിന് മുമ്പിൽ ടു എന്ന പ്രിപ്പോസിഷൻ ചേർത്ത് പറയുന്നതിനാണ് ഫുൾ ഇൻഫിനിറ്റീവ് അഥവാ ഇൻഫിനിറ്റീവ് എന്ന് പറയുക. Example: to walk, to sing, to dance, etc. Now what are the usages? We can use it as continuous infinitive, split infinitive and passive infinitive. കൂടാതെ അഡ്വേർബിയൽ ഫ്രേസായും ക്ലോസായും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാം.